ഉലകനായകൻ, ആണ്ടവർ, ഇനി ആ വിളിപ്പേരുകളൊന്നും വേണ്ട. കമൽഹാസൻ, കമൽ അല്ലെങ്കിൽ KH അതുമതി. ഉലകനായകൻ ഉൾപ്പെടെയുള്ള വിളിപ്പേരുകൾ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം കമൽഹാസൻ. ഇനി മുതൽ കമൽഹാസൻ എന്നോ കമൽ എന്നോ വിളിച്ചാൽ മതിയെന്നാണ് അദ്ദേഹം ആരാധകരോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിച്ചത്. ഏതു വ്യക്തിക്കും മുകളിലാണ് സിനിമ എന്ന കലയെന്നും അതിനു മുകളിൽ ഒരാളെയും പ്രതിഷ്ഠിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിയ ശേഷം കമൽഹാസൻ ഇക്കാര്യം അറിയിച്ചത്. സ്വന്തം അപൂർണതകളെക്കുറിച്ച് ബോധവാനായും സ്വന്തം വേരുകളോടും ലക്ഷ്യങ്ങളോടും സത്യസന്ധത പുലർത്തിക്കൊണ്ടുമാണ് താൻ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. സിനിമയെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ ഒരാളായിരിക്കാനാണ് ആഗ്രഹമെന്നും കമൽ പറഞ്ഞു. ഉലകനായകൻ ഉൾപ്പെടെയുള്ള പേരുകൾ നൽകിയുള്ള സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം എപ്പോഴും ആഴത്തിലുള്ള കൃതജ്ഞതയുണ്ട്. ജനങ്ങൾ നൽകുകയും സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഇത്തരം അംഗീകാരങ്ങൾ എപ്പോഴും തന്നെ വിനീതനാക്കുന്നു. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിൽ ആത്മാർത്ഥമായ സന്തോഷവുമുണ്ട്. എന്നാൽ ഏത് വ്യക്തിയെയും അതിജയിക്കുന്നതാണ് സിനിമ എന്ന കലയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആ കലയുടെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് താൻ. എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണമെന്നും പഠനം തുടരണമെന്നും സ്വയം നവീകരിക്കണമെന്നും പ്രതീക്ഷ വയ്ക്കുന്ന ഒരാൾ. ഏതൊരു സർഗാത്മക ആവിഷ്കാരം പോലെ തന്നെ സിനിമയും എല്ലാവരുടേതുമാണ്. എണ്ണമറ്റ കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും പ്രേക്ഷകരും എല്ലാം ചേർന്നുണ്ടാകുന്നതാണത്. സമ്പന്നവും വൈവിധ്യപൂർണവും എപ്പോഴും പരിണാമപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യകഥകളുടെ യഥാർത്ഥ പ്രതിബിംബമാണതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കലാകാരനെ കലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കരുതെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. എപ്പോഴും സമചിത്തതയോടെ തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വലിയ ആലോചനകൾക്ക് ശേഷം ഇത്തരം സ്ഥാനപ്പേരുകളും വിശേഷണങ്ങളുമെല്ലാം ആദരപുരസ്സരം നിരസിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഞാൻ. ഇനി മുതൽ എന്നെ കമൽഹാസൻ എന്നോ കമൽ എന്നോ KH എന്നോ മാത്രം വിളിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ ആരാധകരോടും മാധ്യമങ്ങളോടും സിനിമാ മേഖലയിലെ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങളായി നിങ്ങൾ തരുന്ന സ്നേഹവായ്പിന് നന്ദിയുണ്ട്. തൻ്റെ വേരുകളോടും ലക്ഷ്യങ്ങളോടും സത്യസന്ധനായിരിക്കാനും ഈ മനോഹരമായ കലാരൂപത്തെ സ്നേഹിക്കുന്ന നിങ്ങളിൽ ഒരാളായിരിക്കാനുമുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയതെന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു. ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് ആക്ഷൻ ത്രില്ലർ ഇന്ത്യൻ 2 ആണ് കമൽഹാസൻ അവസാനമായി മുഖ്യവേഷത്തിലെത്തിയ ചിത്രം. പ്രതീക്ഷിച്ച ഓളമുണ്ടാക്കാനായില്ലെങ്കിലും 151 കോടിയാണ് തിയേറ്ററിൽ നിന്ന് ചിത്രം സ്വന്തമാക്കിയത്. ഇതിനു മുൻപ് കൽക്കി 2898 ADയിൽ സുപ്രീം യാസ്കിനായും കമൽഹാസൻ ആരാധകരെ ഞെട്ടിച്ചിരുന്നു. മണിരത്നത്തിൻ്റെ തഗ് ലൈഫാണ് പുറത്തു വരാനിരിക്കുന്ന കമൽഹാസൻ ചിത്രം.